ആ ടീച്ചറെ, നാട്ടിൽ പോയി വന്ന വിശേഷമൊക്കെ പറയും. പിള്ളേര് സുഖമായിട്ടിരിക്കണോ? പിള്ളേര് സുഖമായിട്ടിരിക്കുന്നു. പിന്നെ എല്ലാ മാസം പോയി വരുന്നല്ലേ. പിന്നെ അമ്മയല്ലേ ഇവരൊക്കെ നോക്കാനുള്ളത്. ചേട്ടന് ഭയങ്കര തിരക്കും. ആരോഗ്യ പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ അമ്മയ്ക്ക്? അമ്മയ്ക്ക് ആരോഗ്യ പ്രശ്നമൊക്കെ ഉണ്ട്. പിന്നെ പിള്ളേര് കുറുമ്പാണേ. അവരെ ഈ കുറുമ്പോണ്ട് അമ്മ കൂടെ മാനേജ് ചെയ്യും. ഓ, അമ്മയ്ക്ക് പ്രായമായതാണല്ലോ അല്ലേ. അമ്മ തന്നെ വേണമല്ലോ അല്ലേ മക്കളെ നോക്കാന്. ഒരു ആങ്ങളില്ലേ ടീച്ചർക്ക്? ഒരടുത്താണോ താമസിക്കുന്നത്? ആങ്ങള് കുറച്ച് ദൂരെയാണ്. എന്നാലും എന്താ ആവശ്യം ഉണ്ടെങ്കിലും വീട്ടിലെത്തുവൻ. അല്ല ടീച്ചറെ, ഞാൻ ഇവിടുന്ന് പോയിട്ട് ടീച്ചർക്ക് ബോറടിച്ചോ? ഒരു ദിവസം ബോറടിയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ അബുക്കാന്റെ വീട്ടിലൊന്ന് പോയി. അവിടെ കുട്ടിയുടെ ഒക്കെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ടൊക്കെയാണ് പോകുന്നത്. ഇപ്പൊ ഞാൻ സ്കൂൾ വിട്ട് പറഞ്ഞിട്ട് എല്ലാ ദിവസവും വൈകുന്നേരം അങ്ങനെ പോവാറുണ്ട്. അവർക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് പോയി കുറച്ചു നേരം ഇരുന്നിട്ടൊക്കെയാണ് വരുന്നത്. അപ്പൊ പിന്നെ ബോറടിയൊന്നുമില്ല. മോന് നല്ല രസമാണ് മോനെ കളിപ്പിച്ചിരിക്കാൻ. മോന് നല്ല രസാ. പിന്നെ ഒഴിവ് സമയങ്ങളൊക്കെ ഞാനും പോയിരിക്കാറുണ്ട് അവിടെ. പിന്നെ അബുക്കാന്റെ കുട്ടികളുടെ കാര്യം ഓർക്കുമ്പോ കഷ്ടാണ്. മോനുവിന്റെ ഉമ്മ മരിച്ചതാണ് അല്ലേ. ഞാൻ അവിടെ പോയപ്പോ അവര് തന്നെ പറഞ്ഞിട്ടാ അറിയുന്നത്. ടീച്ചർ എന്നോടൊന്നും പറഞ്ഞതുമില്ല. അബുക്കാന്റെ ഭാര്യ മരിച്ചതാണ്. പിന്നെ അസ്മാബിനെ കണ്ടില്ലേ അവിടെ? അസ്മാബിയാണ് ആ കൊച്ചുങ്ങളെ നോക്കണതും അതുപോലെ തന്നെ ഒരു ഉപ്പാനെയൊക്കെ നോക്കണത്. നല്ല ആൾക്കാരട്ടോ അവര്. അല്ല ലിയ, മറവ, നിങ്ങൾ രണ്ടാളും വലിയ കുട്ടികളല്ലേ. ഓനെ വാശിക്ക് നിൽക്കുക നിങ്ങൾ രണ്ടാളും ചെയ്യാ. ഓൻ വാശി കുടിക്കുമ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞിട്ട് ഓനെ ബസ്സിൽ കയറ്റിട്ട് കൊടുത്തുകൂടായിരുന്നോ? ഓനെ വിളിച്ചിട്ട് വരുന്നില്ല അമ്മായെ. എന്റെ കൈമേലൊക്കെ കൊറേ കടിച്ചു. നിലത്ത് കിടന്ന് ഉരുളായിരുന്നു. അപ്പൊ ലിയ അനക്ക് മോനുവിനെ കൊടുന്നുകൂടായിരുന്നോ? എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. താത്തന്റെ കൈയൊക്കെ കടിച്ചുകൊണ്ട് അവിടെ കിടന്ന് ഉരുളായിരുന്നു. ഓനോട് പറഞ്ഞിട്ട് കാര്യമില്ല. ടീച്ചർമാരും മാഷന്മാരൊക്കെ പറഞ്ഞു അവനോട്. നിങ്ങളൊക്കെ കണക്കന്നെയാണ്. കാക്ക അല്ലെങ്കിലേ പറഞ്ഞതാണ് ഓനെ നടത്തിക്കൊണ്ടിരുന്നതെന്ന്. സ്കൂൾ വിട്ടിട്ട് എത്ര നേരമായി? മോനൂസേ, കുഴങ്ങിയോ? ഞാൻ പറഞ്ഞില്ലേ ബസ്സിൽ പോരാൻ. എന്റെ ഇപ്പൊ നടന്നു പോരുമ്പോ ഇങ്ങനെ കുഴങ്ങൂലേ കുഞ്ഞെ? മോനൂസ് എന്താ ബസ്സിൽ പോരാത്തത്? ഞാൻ സ്കൂൾ ബസ്സിലൊന്നും പോരില്ല. ഞാൻ ടീച്ചറിന്റെ ഒപ്പം പോരില്ല. ഇതാണ് എന്റെ വാശി. ഇതാ വരുന്നു കുറുമ്പൻ. അല്ല മോനു, അനക്ക് സ്കൂൾ ബസ്സിലൂടെ പോന്നാ പോരെ? എന്തിനാ ടീച്ചറെ ബുദ്ധിമുട്ടിക്കുന്നത്? ടീച്ചറെ, കാക്ക രാവിലെ പറഞ്ഞിരുന്നു ഓനെങ്ങനെ നടത്തിക്കണ്ടെന്ന്. സ്മാവിയെ, ഞങ്ങളും പറഞ്ഞു മോനൂസിനോട് നടന്നു വരണ്ട, കാല് കഴിക്കുന്നൊക്കെ. മോനൂസ് കരഞ്ഞിട്ടേ കരയിക്കണ്ട വെച്ചിട്ട് ഞാൻ കൂട്ടിയിട്ട് പോന്നതാ. ഇനിയിപ്പോ എന്താന്നറിയോ ടീച്ചറെ, പഠിക്കാനിരുന്ന ഓനെ അപ്പ തുടങ്ങും കാല് വേദന, കൈ വേദന, ഉറക്കം വരല്. അല്ല മോനു? അതൊന്നും പറഞ്ഞാൻ പറ്റൂല കേട്ടോ മോനൂസേ. ടീച്ചർ പോയിട്ട് ഇപ്പൊ അങ്ങോട്ട് വരൂട്ടോ പഠിപ്പിക്കാൻ. ടീച്ചറെ, ചായ കുടിച്ചിട്ട് പോവേ? വേണ്ട സ്മാവി, നിങ്ങൾ പോട്ടെ. നീ പോയിട്ടേ യൂണിഫോം ഒക്കെ അയച്ചിട്ട് കുളിച്ചാണി. എന്നെ കൊണ്ട് വെറുതെ ചീത്ത പറയിക്കാൻ നിക്കരുത്. അസ്ലാമേ, കാക്കപ്പ എന്താ പറഞ്ഞപ്പോ? എടാ, നമ്മളെ വണ്ടി ഇപ്പൊ എങ്ങനെ വിട്ടു കിട്ടുക? വണ്ടിയൊക്കെ അവിടെ നിക്കട്ടെ. ഇതിന്റെ പേരിൽ ഇനി കേൾക്കാനും ഒന്നും ബാക്കിയില്ല. പെരിയെന്ന് കാക്കയും മുജീബാക്കിയും പെങ്ങളും ഇപ്പിങ് എല്ലാരും കൂടി ഇന്നിട്ട് പൊരിച്ചിക്കണ്. ഇതിപ്പോ നമ്മൾ കേസില്ലാന്നല്ലേ ഉള്ളൂ. കാക്കിയും ഓന്റെ ബാപ്പയും കൂടി ഇപ്പൊ നമ്മളെ ഒത്തുതീർപ്പാക്കി സ്റ്റേഷനിൽ നിന്ന് ഇറക്കിയെന്നേ ഉള്ളൂ. ഇതൊക്കെ പ്രശ്നമൊന്നുമില്ലേന്. ഇവൻ ആ ചെക്കന്റെ വണ്ടിന്റെ ഗ്ലാസ് തച്ചൊട്ടിച്ചാണ് ആകെ പ്രശ്നമായത്. അത് ശരി, അവന്റെ വർത്താനം കിട്ടിയില്ലേ? ഓന്റെ വണ്ടിയിലെ കച്ചൊളിച്ചണ്ടി, ഓന്റെ തലയെ കച്ചൊളിച്ചണ്ടി. സെയിന് പറഞ്ഞ മാതിരി അവന്റെ തല അടിച്ചോട്ടിച്ചിട്ടുണ്ട്. ഒരു പൈസ തരില്ല, വണ്ടിയും തരില്ല. ഇജും മുസ്ലിം കൂടി പിടിച്ചോണ്ട, അല്ലെങ്കിൽ അവനെ തല അടിച്ചോട്ടിച്ചിരുന്നു. എടാ, പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ എളുപ്പം. നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇത് ഒതുക്കാൻ പെരക്കാർ വരേണ്ടി വരും. ഇപ്പൊ കണ്ടില്ലേ ജി, ഈ പ്രശ്നത്തിന് തന്നെ നമ്മളെ പോലീസ് സ്റ്റേഷനിൽ ഇറക്കാൻ കാക്കിയും ഓന്റെ ആൾക്കാരും നമ്മളെ ആൾക്കാരൊക്കെ വരേണ്ടി വന്നില്ലേ. തൽക്കാലങ്ങള് കുറച്ച് ദിവസത്തിന് ഇനി ഒരു ചോറൊന്നും ഉണ്ടാക്കല്ലേ. എനിക്ക് ഇനി എന്തായാലും കുറച്ച് ദിവസം പെരക്കാരെ വാക്ക് കേട്ട് നിന്നേ പറ്റൂ. ആയിക്കോട്ടെ, നമ്മൾ പ്രശ്നങ്ങൾക്ക് പോണ്ട. പക്ഷെ നമുക്ക് വണ്ടി വിട്ട് കിട്ടണല്ലോ. വണ്ടി ഇപ്പൊ തൽക്കാലം മുജീബാക്കിയും കാക്കിയും ഓന്റെ ബാപ്പാനോട് സംസാരിച്ചാണ്ട് ഇറക്കി കൊണ്ടുവരാന്ന് പറഞ്ഞിരിക്കണേ. അത് ഇനി വിശാക്കണം. അതിൽ ഇനിയിപ്പോ നമ്മൾ ഇടപെടണ്ട. അതല്ലടാ, മുസമ്മിലോട് പോയി. മുസമ്മിലെ ഞാൻ പോന്നപ്പോ വിളിച്ചാ ഓൻ നിങ്ങൾ ആ കോട്ടേഴ്സിനോടെ തിരിഞ്ഞു. എനിക്ക് മനസ്സിലായത് നിങ്ങളെ സ്കൂൾക്ക് പുതിയതായിട്ട് വന്ന ടീച്ചറില്ലേ, ഓല് താമസിക്കുന്ന കോട്ടേഴ്സിന് മുന്നിലെടുപ്പം തിരിഞ്ഞടിച്ചിട്ടുണ്ട്. ഇതൊന്നും അവനക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താണ്. അവസാനം ഞങ്ങളെ പറയരുതിട്ടോ. ഈ ചങ്ങായിനെ കൊണ്ട് ആകെ കുടുങ്ങിയല്ലോ. ടീച്ചറാണെങ്കിൽ പെരിയിൽ കാക്കാന്റെ കുട്ടികളായിട്ടും പെങ്ങളായിട്ടൊക്കെ ഭയങ്കര അടുപ്പാണ്. എപ്പോഴും വീട്ടിൽ വരലുണ്ട്. ഇതെങ്ങനെ പെങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാവും. ഈ ചങ്ങായി ഒന്ന് കാണട്ടെ. എന്തായാലും നിങ്ങൾ വന്നാണി നമ്മൾ പോയി നോക്കാം. ടീച്ചറെ, നമുക്ക് കുറച്ചും ചെടികൾ വാങ്ങണം കേട്ടോ. ചെടി വേണം. നമുക്ക് റോസ് ഇല്ലേ ടീച്ചറെ? റോസ് ഉണ്ടായിരുന്നേ, അത് പഴയത് ഒന്ന് പൊട്ടിപ്പോയി. ഇനി പുതിയൊന്ന് വാങ്ങണം നമുക്ക്. ശരി. അല്ല, നമ്മുടെ അടുപ്പിലെന്തോ വെച്ചിട്ടില്ലേ, അത് ഓഫാക്കിട്ടില്ല. ഞാനിപ്പോ വരാട്ടോ.
ടീച്ചറാ ആ. നിങ്ങൾ ഇവിടെ താമസിക്കണ്ടേ? അതെ. നമ്മളാ കരീമാക്കാന്റെ വീട് എവിടെ? ഇവിടെ എവിടെയെന്നാ പറഞ്ഞത് ഈ ഭാഗത്ത്? എനിക്കറിയൂല, എനിക്കിവിടെ പരിചയമായി വരുന്നല്ലേ ഉള്ളൂ. ഇവിടെ എവിടെ ഒരു ഭാഗത്ത് പറഞ്ഞിട്ട് കുളത്തിന്റെ അവിടെ ഭാഗത്ത് എവിടെയാണ്. എന്താ ടീച്ചറെ? ഏതോ ഒരു കരീം ഖാന്റെ വീട് ചോദിക്കുക, എനിക്ക് അറിയൂലെന്ന് പറയായിരുന്നു. ആ അത് ശരി. അല്ല മുസമ്മിലെ, കരിമഖാന്റെ വീട് ഞാൻ കാണിച്ചു തന്നാ മതിയോ? വേണ്ട വേണ്ട അല്ലടാ, ഞാൻ കാണിച്ചേരേ. വേണ്ടേ വേണ്ടേ വേണ്ട. മോനൂസേ, ഓനിപ്പോ എന്താ കുറച്ച് കഴിഞ്ഞ ടീച്ചർ ട്യൂഷന് വരും എന്ന് പറഞ്ഞിട്ട് ഒന്നും കേൾക്കണില്ല. ഇപ്പൊ തന്നെ സെലീന ടീച്ചർ അടുത്ത് പോണെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചിട്ട് കൊടുന്നതാണ്. ആണോ മോനൂസേ? ടീച്ചർ കുറച്ച് കഴിയുമ്പോ അങ്ങോട്ട് വരാൻ നിൽക്കല്ലേ? വാശി പിടിച്ച് പോരെ. എന്താ അപ്പൊ എന്റെ കുട്ടിക്കിന് ഇപ്പൊ കഴിക്കാൻ കൊടുക്കണത്? എന്താ വാസേ, കയ്യൊക്കെ കെട്ടയച്ചാനായോ? ഡോക്ടർ എന്താ പറഞ്ഞു? ഉജീവിക്ക, ഇതിപ്പോ 21 ദിവസമായി ഇപ്പൊ ഇന്നത്തേക്ക്. ഇനി ഒരാഴ്ചയും കൂടെ ഉണ്ട് അയക്കാൻ. അന്നാ ഒരാഴ്ച ബസ്സിൽ ഒന്ന് ലീവ് എടുത്തതാ. സ്കൂളിലെ വർക്ക് കാരണേ ഒരുപാട് വർക്കുകൾ പെൻഡിങ് ആണ്. അപ്പൊ അത് കാരണം ലീവൊന്നും എടുത്തിട്ടില്ല. അത് ശരിയാ. നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ മാർക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും ലീവ് എടുക്കാൻ പറ്റൂല്ലോ. ഇപ്പൊ HM അല്ലേ? ലീവ് എടുക്കാൻ പൊതുവേ താല്പര്യമില്ലാത്ത ആളാണ് ഞാൻ. കഴിയുന്ന അത്ര സമയം കുട്ടികളായിട്ട് എഴുതി ചേർന്ന് ക്ലാസ്സിൽ സമയം ചെലവഴിക്കുക എന്നുള്ളതാണ്. അല്ല, നമ്മുടെ അബൂഖാന്റെ അനിയൻ അസ്ലമിനെ കുറിച്ച് ഒരു അടിപിടി കേസൊക്കെ കേട്ടല്ലോ. അബൂഖാനെ പിന്നെ കാണാനും പറ്റിയിട്ടില്ല. നിങ്ങൾ പോയിരുന്നല്ലോ, എന്തായി അത് കേസ്? അതിന്റെ അതൊന്നും പറണ്ട മാഷ. അസ്ലമിന്റെ കാര്യം ഇപ്പൊ നിങ്ങൾക്ക് അറിയില്ലേ? അതെന്തോ ഒരു കാറ് കൊടുത്ത കേസായിരുന്നു. ശരിക്കും പറഞ്ഞപ്പോ ജേസലിലുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞുകാട് തീർന്നു. ഞാൻ ആ കുട്ടി പോയിക്കാണ്ടേ. ഇനിയിപ്പോ ആ പാർട്ടിക്കാരനേറ്റേ പറഞ്ഞുകൊണ്ട് തീരാണ്. എന്താ ഗ്ലാസ് പൊട്ടിച്ച കാര്യങ്ങൾ എന്തൊക്കെ ഉണ്ട്. അസ്ലം നല്ല വിദ്യാഭ്യാസമുള്ള ആളല്ലേ? അത്യാവശ്യം നന്നായിട്ട് പഠിച്ചിട്ടുണ്ടല്ലോ അവന്. ഇന്ന് സ്കൂളിൽ നിന്ന് കണ്ടിരുന്നു ഞാൻ അവനെ. പൊതുവെ ഒരു ഉത്തരവാദിത്വ ബോധം ഇല്ലാത്ത ആളാണ്. അതന്നെ മാഷ, മൂത്താപ്പാന്റെയും മുജീബിക്ക നമസ്കാരം. നമ്മളിതിന്റെ മുന്നൊന്ന് കണ്ടിരുന്നു. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോന്നല്ലേ എനിക്കറിയില്ല. കണ്ടിട്ടുണ്ടാവും. ഏതായാലും ഇരിക്കി പേരാ. ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. നിങ്ങളെ അഞ്ചന് നമ്മളെ നാട്ടിൽ കുറച്ച് മരം എടുത്തിട്ടുണ്ട്. അതിന്റെ കാര്യം പറഞ്ഞിട്ടാണ് ഞങ്ങൾ നേരത്തെ ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വന്ന സംഗതി എന്താ നിങ്ങൾക്ക് അറിയാലോ? അതിനിപ്പോ എന്താ, ഓന ഏർപ്പാട് അതിനല്ലേ. അവിടെയും ഇവിടെയൊക്കെ പോയിക്കാണ് മരവും ഇതൊക്കെ എടുക്കലിന്റെ. ഞാൻ വീട്ടിലൊന്ന് കണ്ടാളെ ഓഫീസിലോ മില്ലിലോ അവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. ഞാൻ അബുക്കാനെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. മൂപ്പര് ഇതിന്ന് പിന്മാറുന്ന കോലമൊന്നുമില്ല. നിങ്ങൾ മൂപ്പരെ ജ്യേഷ്ഠനാണല്ലോ, നിങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കി. അതല്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ ബാക്കിൽ കുറെ പ്രശ്നങ്ങൾ വരാണ്ട്. നമ്മൾ തമ്മിൽ ഇപ്പൊ അതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അങ്ങനെ പല സ്ഥലത്തും പോയിക്കാണ്ട് മരവും ഇതൊക്കെ എടുക്കലുണ്ട്. മൂപ്പ് പോയിക്കാണ്ട് മര ലേലത്തിലൊക്കെ ചെയ്യേണ്ട ഒരാളല്ലേ. പിന്നെ മരം എടുത്തക്കണമെന്നുണ്ട് അങ്ങോട്ട് കൊണ്ടുവരും ചെയ്യില്ലോണ്ട്. പിന്നെ ഇപ്പൊ ഈ പറഞ്ഞതിന്റെ ധ്വനികളൊക്കെ എന്താന്നുള്ളതൊക്കെ എനിക്ക് മനസ്സിലായിക്കോണം. മൂത്താപ്പി ഓനൊക്കെ ചെറുപ്പത്തിൽ തുടങ്ങിയ പരിപാടിയല്ലേ മരത്തിന്റെ അതൊക്കെ. ഒക്കെ നമുക്കറിയാം. പിന്നെ ഇപ്പൊ അബുട്ടിന്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞാലേ അക്കല്ലാത്ത ഒരു ബിസിനസ് ഇതുവരെ ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അക്കായിട്ടുള്ള എന്തെങ്കിലും ന്യായമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പറയാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിൽ ഇടപെട്ടോളാം. സാന്ദർഭികമായിട്ടേ ഈ ചർച്ചയിൽ ഇപ്പൊ ഞാനൊരു പങ്കാളി ആയല്ലോ. നിങ്ങളെ പേരെന്തായിരുന്നു? ഭാസ്കരൻ. കച്ചവടത്തിൽ മത്സര ബുദ്ധിയൊക്കെ സ്വാഭാവികല്ലേ. അവിടെ വന്നപ്പോ അബൂക്ക കുറച്ച് മരം എടുത്തു. അതിലിപ്പോ നിങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ടെന്നുള്ളതാണ് ഇപ്പൊ എനിക്ക് മനസ്സിലാവാത്തത്. മാഷ, നിങ്ങൾക്ക് ഇപ്പൊ കാര്യം മനസ്സിലായോ? മൂപ്പരടുത്ത വലിയ കച്ചവടക്കാരനാണ്. ഈ ചെറുകിട കച്ചവടക്കാരൊന്നും മൂപ്പരിപ്പാണ്ട് അടുപ്പിക്കൂല. ഇതിന്റെ ഇടയിലുള്ളപ്പോ നമ്മളെ അബുട്ടിയേക്കാട് ഇവിടെ മരൊക്കെ എടുത്തൊക്കെ ഉണ്ട്. അബുട്ടിക്ക് ഇപ്പൊ ഇത് അറിയില്ല. ഇത്രേ ഉള്ളൂ പ്രശ്നം. ഇതൊക്കെ സ്വാഭാവികമായിട്ട് കച്ചവടത്തിൽ ഉണ്ടാകുന്ന വാക്കുതർക്കങ്ങളല്ലേ. അതൊക്കെ വാശിയും വൈരാഗ്യമൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല രീതിയിൽ പോട്ടെ. എന്റെ ഏരിയയിൽ വന്നിക്കാണ്ടേ ആ കുട്ടി മരം വെട്ടി കൊണ്ടുവന്ന് ഇച്ചൊന്ന് കാണാം നമുക്ക്. നമുക്കൊന്ന് കാണാം. ടീച്ചറെ, തേച്ച് കഴിഞ്ഞോ? ചപ്പാത്തിയും പരത്തി വെച്ചിട്ടുണ്ട്, നമുക്ക് കഴിക്കുമ്പോ ചുട്ടെടുത്താ പോരെ? അത് മതി. നമ്മളിപ്പോ വരാൻ നേരം വൈകാണേ. പണിയൊക്കെ ബാക്കി കിടക്ക ടീച്ചറെ. നമ്മൾ എത്താൻ നേരം പോവല്ലേ ടീച്ചറെ? മോനൂസ് കൂടെ വരാൻ വാശി പിടിക്കുന്നോണ്ടേ അവനെ നടത്തി വരുമ്പോ നമുക്ക് നേരം പോവാണ്. മോനൂസിന് വലിയ കാര്യങ്ങളല്ലേ. നിങ്ങളില്ലാപ്പോ പറ്റുന്നില്ല. ആളിത്തിരി വാശിക്കാരനാണെന്നേ ഉള്ളൂ. അവന്റെ ഇഷ്ടത്തിന് ഒന്നും കൊടുത്താൽ എല്ലാ കാര്യവും പറഞ്ഞനുസരിക്കും. നല്ല സ്നേഹമുള്ളൊരു കുട്ടി. എനിക്കാണേലും ഇപ്പൊ അവനില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് പോലെ. എനിക്കും തോന്നി ടീച്ചറും മോനൂസായിട്ട് നല്ലൊരു അടുപ്പുണ്ടെന്നില്ലേ. ഇനി ടീച്ചർ നാട്ടിൽ പോകുമ്പോഴാവും അതിന്റെ ഒരു പ്രയാസം മനസ്സിലാവുക. അല്ല ഇസ്ലാമേ, നമുക്ക് എവിടേക്കൊക്കെ നീങ്ങണ്ടേ? ഇങ്ങനെ ചടച്ചിരുന്നിട്ട് ആകെ ബോറയിക്കണെന്ന്.
എവിടേക്ക് നീങ്ങടാ, ഇതൊന്നും മുണ്ടാതെ നിൽക്ക്, അല്ലെങ്കിൽ ഇതിന് ഒന്നിനൊരു മൂടില്ലപ്പോ. എവിടേക്ക് പോകണമെങ്കിലും നമുക്ക് വേറൊരു വണ്ടി പാടെ വേണ്ടേ? നമ്മൾ എല്ലാവരും പാടെ ഒരു വണ്ടി പോകുമല്ലോ. അല്ലടോ, കാക്കപ്പം എന്താ മറ്റേ വണ്ടിനെ പറ്റി പറഞ്ഞു? സെയിന് പറഞ്ഞ മാതിരി കാക്കപ്പ എന്താ വണ്ടിനെ പറ്റി പറഞ്ഞേ? കാക്ക ഇടപെട്ടോണ്ടാണ് തന്നെ നമ്മളാരെയും തിരിഞ്ഞു നോക്കിയിട്ടില്ല. കാക്കാനോട് ചോദിച്ചിട്ട് കാക്ക വല്ലാതെ നിന്നോട് പറയില്ല. ഞാൻ കാക്ക പറയാത്തതുകൊണ്ട് മുജീബാക്കാനോട് ഞാൻ ചോദിച്ചിന്. മുജീബാക്ക എന്നോട് പറഞ്ഞ് ഓല് പോയി സംസാരിച്ച് നോക്കിക്കണേ. ഓല് ലേശം അടഞ്ഞുകൊണ്ടാണ്. എന്തായാലും ഒന്നും കൂടി പോയി സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഇടയിൽ നമ്മളാരും പോയി പിത്തന ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞിരിക്കണേ. എന്നാ പിന്നെ നമുക്ക് ഒരാഴ്ചയും കൂടി വെയിറ്റ് ചെയ്ത് നോക്കാം. എന്താ സീനോ? അല്ലണ്ണി, മുസമ്മിൽ എന്താ പേരിന്ന് പുറത്തിറങ്ങാത്ത? എന്താണെന്ന് അറിയില്ല. എല്ലാ ആഴ്ച മറ്റേ കാര്യം അവരോട് പറഞ്ഞില്ലേ? ആ മറ്റേ കാര്യം ഞാൻ പറഞ്ഞിരിക്കണേ. ഇനി അവിടെ വല്ലാതെ തിരിഞ്ഞടിച്ചാലേ കാക്കാന്റെ ഇരുന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ അറിയാന്ന് പറഞ്ഞിരിക്കണേ. എന്തായാലും നമ്മൾ മുസമ്മിൽ ഇരുന്ന് പോയി നോക്കാം. വരിങ്ങള് ആ വന്ന ലോഡിന്റെ പേയ്മെന്റ് നിങ്ങൾ ചെയ്തതല്ലേ? അത് ഇന്നലെ ചെയ്തിട്ടുണ്ട്. ആ മറ്റേ ഇവിടുന്ന് വരാനുള്ള ലോഡോ? മരം പോകുന്നില്ല. അവരെന്താ മഴയായിട്ട് എന്താ പ്രശ്നമായിട്ട് പോകുന്നില്ല അവര്. ആ വണ്ടി അവിടെ പോന്നിട്ടില്ല. ഇല്ല, ഇന്ന് രാത്രി എത്തും. രാവിലെ നമ്മൾക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് എത്തും. ആ ഒന്ന് വിളിച്ച് ക്ലിയർ ചെയ്താ കേട്ടോ. ആ വിട്ടിയ ആ കാക്ക ഇരിക്ക്. ആ മാഷം ഉണ്ടോ ആരിസ്ക? നമുക്കൊന്ന് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം. ആ എന്താക്കാ പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ. ഞാനും ആരിസ്ക്കും തമ്മിൽ കണക്കും കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു. എന്തൊക്കെ മാഷ എന്നിട്ട്? അല്ല കാര്യമായിട്ടൊന്നുമില്ല. ഞാൻ അങ്ങനെ പോന്നപ്പോ മാസോട് പോയെന്ന് അറിഞ്ഞു. അപ്പൊ കണ്ട് പോന്ന അപ്പൊക്കിപ്പോ കുറെ ദിവസമായല്ലോ ഇപ്പോൾ സ്കൂളിലേക്കൊക്കെ ഒന്ന് കണ്ടിട്ട്. ഇന്നലെ ഇപ്പോൾ അപ്പൊക്കൊക്കെ അറിയാലോ PTA മീറ്റിംഗ് ഉണ്ടായിരുന്നു ഇന്നലെ. അപ്പോൾ ഒരുപാട് ക്ലാസ്സിൽ നിന്ന് ഒരുപാട് പുതിയ പുതിയ നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. അതിലിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ നീന്തലറിയാത്തൊരു പ്രശ്നം വളരെ രൂക്ഷമാണ്. ഒരുപാട് കുട്ടികൾ ഇപ്പോൾ മുങ്ങി മരിച്ചാലും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ സ്കൂളിലും പല സ്കൂളുകളിലും ഉള്ളതുപോലെ തന്നെ ഒരു നീന്തൽക്കുളം വേണമെന്നുള്ളൊരു അഭിപ്രായം കുട്ടികളുടെ ഇടയിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് നീന്തൽ പഠിപ്പിക്കാൻ ആ രീതിയിലുള്ള നല്ലൊരു സജഷൻ കുട്ടികൾ വെച്ചിട്ടുണ്ട്. അത് അബുക്കാൻ്റെ അടുത്തൊന്നും അറിയിക്കാൻ വേണ്ടിയിട്ട് വന്നാണ് ഞാൻ. ആ മാഷ ഓരോരോ തിരക്കിലായിട്ടേ അതുകൊണ്ട് ഇറങ്ങാൻ പറ്റിയില്ല. മാഷ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മളൊരു ഗൗരവത്തിലെടുക്കേണ്ട കാര്യമാണ്. ഈ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമാണല്ലോ. പല സ്കൂളുകളും അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ? ഒരു കാര്യം ചെയ്യ് മാഷ, ആ കാര്യങ്ങൾ നീക്കിക്കോളി. നമുക്ക് എന്താ വേണ്ടി ചെയ്യാം. അപ്പോൾ അബുക്ക പറഞ്ഞ കാര്യം ഞാൻ ഏതായാലും PTA വെക്കാം. PTA ഭാരവാഹികളും കൂടി ആലോചിച്ചിട്ട് അതിൻ്റെ നടപടിക്രമങ്ങളായിട്ട് മുന്നോട്ട് പോകാം. എന്നാ അങ്ങനെ ചെയ്യാം. ആ വിട്ടിയെ കുറച്ച് ഒരു ഉച്ചക്ക് ഭാസ്കരൻ എന്ന് പറഞ്ഞ ഒരാളെ പെരീക്ക് വന്നിരുന്നു. അപ്പൊ ഇയാളുടെ അരീക്കോട് ശലും മരകും കൂടി എന്തൊക്കെ എടുത്തു, അതിന് വില അറിഞ്ഞു, അതിന് വൈജണം എന്നൊക്കെ പറഞ്ഞേക്കാണ്ടാണ് എൻ്റെ അടുത്തോടെ പറഞ്ഞത്. അപ്പൊ മാഷുണ്ടായിരുന്നല്ലോ അവിടെ അല്ലേ? ലാശക്ക് ഒരു വീശിന് സ്വരത്തിൽ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഓൻ അവിടെയും വന്നി ഞങ്ങളടുത്ത്. ഇവിടെ വന്നാണ് പോയതാണ്. പെരുമ്പാവൂരിന് മെയിൽ വന്നിരുന്നു തന്നെ. ഇനി റീപ്ലൈ കൊടുക്കേണ്ടി വരും അല്ലേ? നമുക്ക് ചെയ്യാട്ടോ. പിന്നെ ആരിസ്ക, ആ ഭാസ്കരൻ പറഞ്ഞ കാര്യമാണ് ഇപ്പൊ കാക്ക പറയണ്ടത്. ഇവിടെ വന്ന് കുറച്ച് നേരമൊക്കെ പറഞ്ഞു പോയല്ലോ. ഇജിപ്പോ ഏതായാലും ഇപ്പൊ അവിടെ പോയി എടുത്തല്ലേ, അത് വെട്ടിക്കാണ്ട് പോന്നാണ്ടി. ഈ ഒരു ചൊറക്കോ വേറെ ഇതിനോ നിക്കണ്ട. അത് കാക്ക കാര്യമായിട്ട് എടുക്കൊന്നും വേണ്ട. നമ്മൾ മനസ്സിലാക്കി കൊടുത്തോളേ, ഓൻ നമ്പർ 1 ഫ്രോഡാണ് അവിടുത്തെ. ഓൻ പല ആളുകളെയും ഒതുക്കിക്കാണ്ടാണ് അവിടെ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ഇവിടെ വന്നക്കാണ്ട് 50,000 റുപ്യൊക്കെ നമുക്ക് ഓഫർ ചെയ്തു അല്ലേ? അത് നിങ്ങൾ കാര്യത്തിൽ കൂട്ടണ്ട. ഭാസ്കരനെ പറ്റിക്ക് നേരത്തെ അറിയാം. ഓന് ആള് ശരിയില്ല. നമുക്ക് ആ മരം നമ്മൾ എടുത്തല്ലേ, നമുക്ക് വെട്ടിക്കൊണ്ടിരുന്നേ വേണം. അതിന് എന്ത് പ്രശ്നമായാലും വേണ്ടില്ല. ഏതായാലും ഇപ്പൊ ഓന്റെ വിസ എന്ന് പറഞ്ഞപ്പോ ചുളിവ് വിലക്ക് വെറുതെ കിട്ടും പോലെ കിട്ടണം എന്നുള്ളതായിരുന്നു. പിന്നെ ഉണ്ടാവില്ല ചില ആളുകൾക്ക് ആരാന്റെ മുതൽ തന്നെ തിന്നണം എന്നുള്ള ഇതുണ്ടാവും. അതൊക്കെ ആ ലെവലിലാണ് കണക്കൂട്ടിയാൽ മതി. ഏതായാലും നല്ല രൂപത്തിൽ വെട്ടിക്കാണ്ട് കൊടുന്നാണ്ട് പ്രശ്നത്തിനൊന്നും നിൽക്കണ്ട. അത് കാക്ക ഈ ബിസിനസ്സിലേ പതിവുള്ളതാ. നമ്മൾ ചൊറക്കും കാര്യത്തിലൊന്നും നിൽക്കണ ചില നമ്മളെ മരം വെട്ടിന് പോരല്ലേ. ആരിസ്ക്ക് പോയിക്കൊണ്ട് ചായക്കാരനാണേ. മുനുസേ, കാലിന്റെ ഇവിടെ ഒന്നും ഇപ്പൊ വേനലില്ല ഉണ്ടാ? ഉണ്ടെങ്കിൽ പറയ്. എന്താ അസ്ലമ, എന്തൊക്കെ മോനുവിന് പറ്റിയത്? ടീച്ചറെ എന്തുണ്ടായത്? മോനൂസിന്റെ കൈയും പിടിച്ചിങ്ങനെ നടന്നു വരികയായിരുന്നേ. കൈ വിട്ടിട്ടാണ്ട് ഓടിയതാ. ഒരു ബൈക്ക് വന്നിട്ടാണ്ട് തട്ടിയിട്ടു. അത് കുഴപ്പമൊന്നുമില്ല അസ്മാവേ, കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ല. മോൻ ഈ നെറ്റിമേൽ ചെറുതായിട്ടൊന്നും ഇതായിട്ടുള്ളൂ. അതുകൊണ്ടല്ലേ ഡോക്ടറെ അങ്ങോട്ട് ഇന്നെ പോരാൻ പറഞ്ഞേ. കുഴപ്പമൊന്നുമില്ല. വിവരം അറിഞ്ഞപ്പോ ഞാൻ ആകെ ബേജാറായി. കാക്കി ഇവിടെ ഇല്ല. ഇജ്ജ് കാക്കാനായിട്ട് വിളിച്ചുക്കണോ? കാക്കാനെ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. കാക്ക അരീക്കോടല്ലേ വന്നോണ്ട് നിൽക്കാന്ന് എന്നോട് പറഞ്ഞു. സ്വാമി, കാര്യമായി ഭയപ്പെടാനൊന്നുമില്ല. ഞാൻ സ്കൂൾ പൂട്ടി വീട്ടിലെത്തിയിരുന്നു. അപ്പോഴാണ് ഞാൻ വിവരം അറിഞ്ഞത്. ഹോസ്പിറ്റലിൽ ഞാൻ പോയിരുന്നു. ഡോക്ടറോട് ഞാൻ സംസാരിച്ചു. കാര്യമായ മുറിവൊന്നുമില്ല, ചെറിയ മുറിവേ ഉള്ളൂ. ഇപ്പൊ മോനസൊന്നും കുഴപ്പമില്ലല്ലോ. ആ സമയത്ത് ഞങ്ങളൊന്ന് പേടിച്ചു യസ്മാബി.
ആള് കുറച്ച് വാശിക്കാരനാണ് മോനൂസ്. ഇപ്പൊ സ്ഥിരമായിട്ട് സ്കൂൾ ബസ്സിൽ വരാറില്ല, ടീച്ചറുടെ കൂടെ തന്നെയാണ് സ്ഥിരമായിട്ട് വരാറില്ലേ? അസ്ലമേ, വാപ്പയുടെ പോയി? ഇപ്പൊ ശ്വാസം മുട്ടലായിട്ട് ഞാൻ ഉപ്പാനവിടെ ഹോസ്പിറ്റലിൽ ആവി പിടിച്ചുകൊണ്ടിരിക്കേന്. ആ സമയത്താണ് ടീച്ചർ വിളിച്ചത്. അപ്പൊ ഞാൻ ഉപ്പാനവിടെ ആക്കിയാണ്ട് ഓടിപ്പോയതാണ്. ഇജ് ബേജാറുണ്ടാവും വിട്ടേ, കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ലേ? അസ്ലമേ, എന്താ മോനെ പറ്റിയേ? ഒന്നും കേൾക്കാം, ചെറുതായിട്ടേ. അപ്പച്ചന്റെ കുട്ടിക്ക് പറ്റിയേ? അല്ല മാഷേ, എന്തിപ്പോ മോനസിന് പറ്റിയേ? എന്തുണ്ടായത്? അതാ ബുക്ക, കാര്യമായിട്ടൊന്നുമില്ല. സ്ഥിരമായിട്ട് ഇപ്പൊ ടീച്ചറുടെ കൂടെ നടന്നു വരുന്നത്. ആ വരുന്ന വഴിയിലേ ചെറുതായിട്ടൊന്ന് ബൈക്കൊന്ന് തട്ടിയതാണ്. അങ്ങനെ മാഷ ഉണ്ടായത്? അസ്മബ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഓനെ നടത്തിക്കൊണ്ടാൻ അയക്കരുത് എന്നുള്ളത്. ഓ എപ്പോഴും ടീച്ചറെ കൂടെ നടന്ന വരല്ലേ? ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ലേ? ഓ പല വാശിയും കാര്യങ്ങളൊക്കെ എടുക്കൂലേ? അതുപോലെ എല്ലാവരും ചെയ്യല. ടീച്ചർ എന്താ കാര്യം മനസ്സിലാക്കണ്ടേ? അത് കാക്ക അത് സാറില്ല കുട്ടിയെ, അയിമ കഴിഞ്ഞല്ലോ, കൂടുതലൊന്നും പറ്റിയിട്ടില്ലല്ലോ. അല്ല, ഞാൻ പല വട്ടം പറഞ്ഞാണേ ഓനെ നടത്തിക്കൊണ്ടിരണ്ടെന്നുള്ളതേ. ഇത് പറഞ്ഞാ കേക്കണ്ട. എന്നാ ടീച്ചറെ നമുക്ക് പോവല്ലേ? ആ ബുക്ക് അങ്ങനെ പറഞ്ഞപ്പോ ടീച്ചർക്ക് വിഷമായില്ലേ? നമ്മൾ അറിഞ്ഞോണ്ടല്ലോ ടീച്ചറെ.